അടുത്തത് നമ്മൾ കൂടുതലും സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ഭൂമിയെ സ്നേഹിക്കുന്ന കാര്യങ്ങളാണ്. ലവ് യുവർ മദർ എർത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയെ സ്നേഹിക്കാൻ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഭൂമിയെ സ്നേഹിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോസൽ ഫ്യൂവൽ റെഡ്യൂസ് ചെയ്യണം. ഓരോ വീട്ടിലും 4ഉം 5ഉം കാർ ഉപയോഗിച്ച് ഒരാൾ യാത്ര ചെയ്യുന്ന കാറിൻ്റെ ഫോസൽ ഫ്യൂവൽ ബേണിങ്, അതായത് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ചെയ്യുമ്പോൾ എത്ര ഭൂമിയെ കഷ്ടപ്പെടുത്തുന്നു, ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും ഒരു കാർ പൂളിംഗ് സിസ്റ്റത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കണം. അതുമാതിരി ഡിസ്പോസിബിൾ കപ്പുകൾ അവോയ്ഡ് ചെയ്യുക. ഒരാഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ഡിസ്പോസിബിൾ കപ്പ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ആഴ്ചയ്ക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പ്ലാൻ ചെയ്യുക. ഡിന്നർ കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു ക്യാൻഡിൽ ലൈറ്റിൽ ഡിന്നർ കഴിച്ച് അത്രയും നേരം നമുക്ക് പവർ സേവ് ചെയ്യാൻ കഴിയും. വാട്ടർ ബോട്ടിൽ, പ്ലാസ്റ്റിക് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്റ്റീലായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വെള്ളം കഴിയുമ്പോൾ വീണ്ടും അത് റീയൂസ് ചെയ്യുക. കഴിയുന്നതും പുറത്തുനിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ വാട്ടർ വാങ്ങാതെ ശ്രമിക്കുക. കാരണം ബോട്ടലിൻ്റെ സമുദ്രത്തിൽ അത്രയും തന്നെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. ഇനിയും നമ്മളത് കൂടുതൽ കൊണ്ടുപോയിരുന്നാൽ മത്സ്യം കിട്ടാതാകുന്ന ഒരു നിലയ്ക്ക് പോകും. കഴിയുന്നതും വണ്ടി ഉപയോഗിച്ച് പോയി ഒരു സാധനം വാങ്ങിക്കാതെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാനോ ഫുഡ് ഓർഡർ ചെയ്യാനോ നമ്മൾ ശ്രമിക്കാം. കാരണം അത്രയും ദൂരമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതിന് പകരം നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിക്കാൻ നിരവധി ഓൺലൈൻ ഓഡിക്കോ ഇതുമാതിരി നിരവധി സൈറ്റുകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇ-കോമേഴ്സ് പ്രകാരം സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും റീയൂസബിൾ ബാഗ്, കടയിൽ പോകുമ്പോൾ സാധനം കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ റീയൂസബിൾ ബാഗ് കൊണ്ടുപോയിട്ട് അതിൽ സാധനങ്ങൾ വാങ്ങിക്കുക. കടയിലുള്ള ആളുകളും ഈ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് പൗച്ച് ഉപയോഗിക്കുന്നത് വിട്ട് പബ്ലിക്കായിട്ട് സ്റ്റീൽ ഡ്രമ്മിൽ സാധനങ്ങൾ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ സിറൽസ് ആൻഡ് പൾസസിന് പ്രദർശിപ്പിക്കാൻ കഴിയും. അതുപോയി നമുക്കും വാങ്ങാൻ നമ്മൾ റീയൂസബിൾ ബാഗ്സ് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നേഴ്സോ കൊണ്ടുപോയിട്ട് വാങ്ങാൻ ശ്രമിക്കാം. പല കാര്യങ്ങളും ഇതിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ഭൂമിയല്ലേ നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മൾ കണ്ട ഭൂമി ഇങ്ങനെ ആയിരുന്നു, ഇന്ന് ഭൂമിയുടെ നില ഇങ്ങനെ ആയില്ലേ? എന്താ നടക്കുന്ന നമ്മൾ കാണുന്നില്ലേ? വയനാടിൻ്റെ ദുരന്തം നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? ഇനി വേണോ ഇങ്ങനത്തെ ദുരന്തങ്ങൾ? ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്കും എന്തെങ്കിലും ചെയ്തുകൂടെ? നമ്മൾ കോൾ പ്ലാന്റ്സ് ഉപയോഗിച്ച് കൽക്കരി ഉപയോഗിച്ച് കോൾ ബേൺ ചെയ്ത് CO2 എമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് അത് കുറയ്ക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് മൊത്തമായിട്ട് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളത് കുറയ്ക്കാൻ ശ്രമിക്കുക. അതുമാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എത്ര കണ്ട് റിഡക്ഷൻ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുവോ അത്രയും കണ്ട് നമുക്ക് നമ്മളെക്കൊണ്ട് ഭൂമിയെ സ്നേഹിക്കാൻ കഴിയും. ശ്വാസം മുട്ടുന്ന ഭൂമിക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.